ആത്മീയ ശക്തി സ്രോതസ്സുകളിലൊന്നാണ് സന്യാസം. ഈ സന്യാസം പുൽകിയ പ്രഥമ താപസ ശ്രേഷ്ഠനെ അറിയാമോ? ക്രിസ്തുവിനെ പ്രതി ഏകാന്തവാസത്തിന്റെയും മരുഭൂമിയിലെ ജീവിതത്തിന്റെയും സകല ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ മുന്നേറിയ തീബ്സിലെ വിശുദ്ധ പൗലോസ്. 3-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി 22-ാം വയസ്സിൽ ഡേസ്യൂസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത് താപസ ജീവിതം ആരംഭിച്ചു. ഇലകൾ വസ്ത്രമാക്കി, ഗുഹയിൽ താമസമാക്കി, മരുഭൂമിയിലെ പഴങ്ങൾ ഭക്ഷണമാക്കി. കർത്താവിനോടൊപ്പം ലയിച്ചു ചേർന്നുള്ള പ്രാർത്ഥനാ ജീവിതം അദ്ദേഹത്തിന് ലഹരിയായി മാറി. ഏലിയ പ്രവാചകനെ പോലെ ദിനം പ്രതി ഒരു കാക്ക അദ്ദേഹത്തിന് അപ്പം എത്തിക്കുമായിരുന്നു. 70 വർഷത്തോളം ഇത് തുടർന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ക്രൈസ്തവ സന്യാസത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ വിശുദ്ധ ആന്റണി അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് കാക്ക 2 അപ്പം കൊണ്ടുവന്നിരുന്നു. ഇരുവരും ഒരുമിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞാൻ താമസിയാതെ മരിക്കും. അത്തനേഷ്യസ് താങ്കളെ ഏൽപ്പിച്ച വസ്ത്രത്തിൽ എന്നെ പൊതിയണം. വിശുദ്ധ ആന്റണിയെ ഏൽപ്പിച്ചിരുന്ന ഈ വസ്ത്രത്തെപ്പറ്റി പൗലോസിനോട് ആരും പറഞ്ഞിരുന്നില്ല. അത്ഭുതത്തോടെ വസ്ത്രമെടുക്കാൻ പോയ ആന്റണിക്ക് പൗലോസ് മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ദർശനമുണ്ടായി. മടങ്ങിയപ്പോൾ ആന്റണി കണ്ടത് മുട്ടുകുത്തി നിൽക്കുന്ന രീതിയിൽ ചെറുപുഞ്ചിരിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ച നിലയിൽ വിശുദ്ധ പൗലോസിനെയാണ്. 112-ാം വയസ്സിൽ മരണമടഞ്ഞ ആ താപസവര്യനെ അടക്കം ചെയ്യാൻ 2 സിംഹങ്ങൾ കുഴി മാന്തിക്കൊടുത്തു എന്ന് പാരമ്പര്യങ്ങൾ പറയുന്നു. സഭാ ചരിത്രത്തിൽ തന്നെ ആഴമേറിയ ആത്മീയതയുടെ പാത തുറന്ന സ്വർഗത്തിന്റെ ആ പ്രിയദാസനെ അങ്ങനെ കർത്താവ് ഏറെ മാനിച്ചു.